ഒരു സന്യാസി ശ്രേഷ്ഠൻ്റെ അടുത്ത് ഒരു യുവാവ് എനിക്ക് സന്യാസ ദീക്ഷ സ്വീകരിച്ച് സന്യാസവ്രതത്തിൽ കഴിയണം, അതിനങ്ങയുടെ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, കുട്ടി എന്താ ചെയ്യണത്? ഞാൻ മെഡിസിന് പഠിക്കുകയാണ്, 2ാം വർഷം. ഉടനെ വഴക്ക് പറഞ്ഞു, ഉടനെ ഓടാൻ പറഞ്ഞു. വന്ന് അതേ സ്പീഡിൽ തിരിച്ച് ഓടിക്കൊള്ളുക, അത് പൂർത്തിയാക്കുക. മാക്സിമം മാർക്ക് മേടിക്കണം, എത്ര മേടിക്കാമോ അത്രയും മേടിക്കണം, എന്നിട്ട് വാങ്ങും. അങ്ങനെ MBBS കഴിഞ്ഞു, ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു. 9 പോയിൻറ്റിലധികം മാർക്ക് മേടിച്ചു, തിരിച്ചു വന്നു. സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചു, കൊടുത്തു. ആ തീയിലേക്ക് ഇട്ടേക്ക് പറഞ്ഞു. ഉടനെ ഹോമകുണ്ടത്തിലേക്ക് ഇട്ടു. ഇനി നമുക്ക് ബ്രഹ്മചര്യാവാന്ന് പറഞ്ഞു. സന്യാസമല്ല, ബ്രഹ്മചര്യം. പിന്നെ ഒരു 6-7 കൊല്ലം കൂടെ താമസിച്ച് കഷ്ടപ്പാടിൻ്റെ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടത്തി വിട്ട് അനന്തരം നമുക്ക് ആലോചിക്കാം. ഇത് കഥയല്ല. ഈ സംഭവം പരമപൂജ്യ അശങ്കാനന്ദ സ്വാമികൾ നേരിട്ട് കണ്ടനുഭവിച്ചത് നമ്മളോട് പറഞ്ഞതാണ്. അശങ്കാനന്ദ സരസ്വതി സ്വാമികൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പരിചയപ്പെടേണ്ട ഒരു മഹാത്മാവാണ്. ഗുജറാത്തിലാണ് ആശ്രമം, ഖേഡ ജില്ലയിൽ.